പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചതോടെ വിലക്കയറ്റവും പണപ്പെരുപ്പവും അടക്കം ആശങ്കകൾ ശക്തമാവുകയാണ്. പുതുക്കിയ നിരക്കനുസരിച്ച് പെട്രോൾ ലിറ്ററിന് ₹2.61 ഡീസൽ ലിറ്ററിന് ₹2.71 വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് 4ാം തവണയാണ് ഇന്ധനവിലയിൽ വർധനവുണ്ടാകുന്നത്. ഇതോടെ ₹8 വർധനയാണ് മൊത്തത്തിൽ ഉണ്ടായത്. കേരളത്തിൽ എല്ലായിടത്തും ഡീസൽ വില ₹100 കടന്നു. കൊച്ചിയിൽ ഡീസൽ വില ₹102.52, പെട്രോളിന് ₹113.61. തിരുവനന്തപുരത്ത് ഡീസലിന് ₹104.27, പെട്രോളിന് ₹115.26. കോഴിക്കോടാകട്ടെ ഡീസലിന് ₹102.78, പെട്രോളിന് ₹113.77 വില ഉയർന്നു. ഇന്ധനവില കുതിക്കുന്നത് രാജ്യത്ത് ചരക്കു ഗതാഗതമടക്കം മേഖലകളിൽ ചിലവ് ഉയരാനും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. രൂപയുടെ മൂല്യമിടിയുന്നതും വലിയ വെല്ലുവിളിയാണ്. ഇറാനെതിരായ ആക്രമണവും പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുതിച്ചുചാട്ടവുമാണ് രൂപയ്ക്ക് വൻ തിരിച്ചടിയായത്. എണ്ണ ആവശ്യകതയുടെ 90% ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ വില വർധന കനത്ത ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. ഇതോടൊപ്പം വിദേശ നിക്ഷേപങ്ങളുടെ വലിയ തോതിലുള്ള പിൻവലിക്കലും കറണ്ട് അക്കൗണ്ട് കമ്മിയും കറൻസിയുടെ മേൽ സമ്മർദ്ദം ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഈ വർഷം മാത്രം വിദേശ സ്ഥാപന നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് $19 ബില്യൺ പിൻവലിച്ചതായാണ് കണക്കുകൾ.